നെക്സ്റ്റ് പ്രോഗ്രാം നമ്പർ 2, write a program to confirm the validity of an email ID by verifying its format. ഒരു ഇമെയിൽ ഐ ഡി ആണോ എന്ന് ചെക്ക് ചെയ്യുവാണ്, അതിൻ്റെ ഫോർമാറ്റ് ചെക്ക് ചെയ്തിട്ട്. അതാണ് അതിൽ നമ്മൾ ഇമ്പോർട്ട് ആർ ഇ എന്ന് പറഞ്ഞാൽ റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറയുന്ന മൊഡ്യൂളാണ്. ഇത് സ്ട്രിങ് ആണോ എന്ന് വാലിഡിറ്റി ചെക്ക് ചെയ്യുന്നതാണ്. ആർ ഇ എന്ന് പറഞ്ഞാൽ റെഗുലർ എക്സ്പ്രഷൻ, റിഗസ് എന്ന് പറയും. അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യും. ഇനി നമുക്കൊരു ഇമെയിൽ ഐ ഡിയുടെ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇമെയിൽ ഐ ഡിയുടെ ഫോർമാറ്റ്, സാധാരണ ഇമെയിൽ ഐ ഡിയുടെ ഫോർമാറ്റ് ഇതിപ്പം അത് നോക്കുക. george@vjc.ac.in. ഇത് ഈ അറ്റിന് മുമ്പുള്ള ഈ ജോർജ് എന്ന് പറയുന്നത് യൂസർ നെയിമാണ്. ഇത് യൂസർ നെയിമാണ്. ഈ രണ്ടാമത് വരുന്നത് ഇത് ഈ അറ്റ് കഴിഞ്ഞിട്ടുള്ളത് വരുന്നത് ഡൊമൈനാണ്. ഡൊമൈനിൽ പല പാർട്ടുണ്ട്. ആദ്യത്തെ ഈ VJEC എന്ന് പറയുന്നത് ഇത് കോളേജ് നെയിമാണ്. അതിനെ നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ഡൊമൈൻ എന്ന് പറയും. അത് കഴിഞ്ഞാൽ പറയുന്നത് ഈ AC എന്ന് പറയുന്നത് സെക്കൻഡ് ലെവൽ ഡൊമൈനാണ്, അക്കാഡമിക് എന്നുള്ളതിനാണിത്. അതിനിടയിൽ ഒരു ഡോട്ട് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതൊരു ഡോട്ട് സ്ട്രിങ് ആയിട്ടാണ്. അത് കഴിഞ്ഞാൽ ഡോട്ട് കഴിഞ്ഞിട്ടുള്ളതിനെയാണ് നമ്മൾ ടോപ്പ് ലെവൽ ഡൊമൈൻ എന്ന് പറയുന്നത്. ഇവിടെ IN ആണ് ടോപ്പ് ലെവൽ ഡൊമൈൻ. IN എന്ന് പറഞ്ഞാൽ ഇന്ത്യ. അപ്പം ഇവിടെ ഒരു @ ഉണ്ട്. ഇതാ ഈ @ ഉണ്ട്, ഈ ഡോട്ട്, ഇത് രണ്ടും വേണം. പിന്നെ VJC.AC എന്ന് പറഞ്ഞാൽ വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് അക്കാഡമിക് എന്നുള്ളതിനാണിത്. അപ്പോൾ അതാണൊരു ഇമെയിലിൻ്റെ ഫോർമാറ്റാണിത്. ഇനി നമുക്ക് ഇതൊന്ന് നോക്കാം. ഈ ഫോർമാറ്റ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങൾ നോക്കുക. അതായത് യൂസർ നെയിം, കോളേജ്, സെക്കൻഡ് ലെവൽ ഡൊമൈൻ, ഇതാണ് സെക്കൻഡ് ലെവൽ ഡൊമൈൻ, ഇതാണ് സെക്കൻഡ് ഡൊമൈൻ AC ആണ്. എന്നുള്ളത് ഇന്ത്യ എന്നുള്ളതാണ് ടോപ്പ് ലെവൽ ഡൊമൈൻ, TCL എന്ന് പറയാം, TLD. ഇനി നമുക്ക് ഇതൊന്ന് നോക്കാം. ഇതുണ്ട ഇൻപുട്ട് എൻ്റർ യുവർ ഇമെയിൽ അഡ്രസ് ഇൻപുട്ട് ചെയ്ത് നോക്കാം. ഇനി അടുത്ത് റെഗുലർ എക്സ്പ്രഷൻ പാറ്റേൺ ഫോർ ഇമെയിൽ ഫോർമാറ്റ് വെലിഡേഷൻ. ഈ R എന്ന് പറഞ്ഞ ഒരു റോ സ്ട്രിങ് ആണ്. R' എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സ്ട്രിങ്ങിലായിരിക്കണം. അത് നമ്മൾ ആ സ്ട്രിങ് ചെക്ക് ചെയ്യാൻ പോകുന്നതാണ്. ഇനി ഇതിവിടെ ഒരു ഈ ചിഹ്നമുണ്ട്, ഒരു raised to എന്ന് പറയുന്ന ചിഹ്നം. ആ raised to എന്ന് പറയുന്ന ചിഹ്നം കാണിക്കുന്ന ആദ്യത്തെ സ്ട്രിങ് മുതൽ വെരിഫൈ ചെയ്യണമെന്നാണ്. അത് കഴിഞ്ഞാൽ പറയുന്നത് A to Z, സ്മോൾ a to Z ഉപയോഗിക്കാം, ക്യാപിറ്റൽ A to Z ഉപയോഗിക്കാം, 0 to 9 ഉപയോഗിക്കാം, ഡോട്ട് ഉപയോഗിക്കാം, അണ്ടർസ്കോർ ഉപയോഗിക്കാം, പെർസെൻറ്റേജ് ഉപയോഗിക്കാം, പ്ലസ് ഉപയോഗിക്കാം, മൈനസ് ഉപയോഗിക്കാം. ഇത്രയും സ്ട്രിങ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇത്രയും സ്ട്രിങ് ആണ്. ഈ സ്ട്രിങ്ങിൽ ഏതെങ്കിലും ഒക്കെ ഉപയോഗിക്കാം നമ്മുടെ യൂസർ നെയിം ഉപയോഗിക്കാനായിട്ട്. അതാണ് പറയുന്നത്. ഇത് ഏതെങ്കിലും ഉപയോഗിക്കാം. ദെൻ അത് കഴിഞ്ഞാൽ പിന്നെ @ ആണ്. @ കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് A to Z. ഇത് ഡൊമൈനിൽ ആദ്യം ഫസ്റ്റ് ഡൊമൈൻ A to Z, ക്യാപിറ്റൽ A to Z, 0 to 9, ഡോട്ട്, മൈനസ്. അത് കഴിഞ്ഞ് പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരെണ്ണം, ഈ പ്ലസ് കൊണ്ട് ഇവിടെ ഇതിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരെണ്ണമെങ്കിലും ഉപയോഗിക്കണമെന്നാണ്. ആ പ്ലസ് ഇട്ടതിൻ്റെ മുമ്പിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരെണ്ണമെങ്കിലും ഉപയോഗിക്കണം, അറ്റ്ലീസ്റ്റ് 1. അതാണ്. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഇടുന്നത് ഈ പ്ലസ് കഴിഞ്ഞിട്ട് ഡോട്ടാണ്. ഡോട്ട് ഇതൊരു സ്ട്രിങ് ആയിട്ട് എടുക്കരുത്. ആ / ഇട്ടിട്ട് എടുത്തു കഴിഞ്ഞാൽ അതൊരു സ്ട്രിങ് ആയിട്ട് എടുക്കരുത്, അത് ഡോട്ടായിട്ട് എടുക്കണം. / ഇടുന്നത് ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതൊരു ഡോട്ടായിട്ട് തന്നെ എടുക്കണം. അതാണ് ഈ R' എന്ന് പറയുന്നത്. ഡാഷ് അങ്ങനെയാണ് പറയുന്നത്, അതങ്ങനെ എടുക്കണമെന്നാണ്. ദെൻ അത് കഴിഞ്ഞാൽ എടുക്കുന്നത് A to Z, സ്മോൾ a to Z, ക്യാപിറ്റൽ A to Z. അതിലേതെങ്കിലും
അതിൽ 2 ലെറ്റർ ഉപയോഗിക്കണം, ഒരെണ്ണം പോരാ, 2 ലെറ്റർ ഉപയോഗിക്കണം. അത് കഴിഞ്ഞ് ഈ ഡോളർ സൈൻ കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, എൻഡ് എന്നുള്ളതാണ്. അപ്പം ഇതിലേതെങ്കിലും ഒരെണ്ണം ഉപയോഗിക്കണം. അറ്റ് കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരെണ്ണം എങ്കിലും ഉപയോഗിക്കണം ഈ ഇതിൽ. അത് കഴിഞ്ഞ് ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് 2 എണ്ണമെങ്കിലും ഉപയോഗിക്കണം. അതാണ് ഈ 2 എന്ന് പറയുന്നത്. ദെൻ ഡോളർ. ഇതാണ് ഇതിൻ്റെ ഫോർമാറ്റ്. നിങ്ങൾ ശരിക്കും നോക്കിക്കൊള്ളുക. എന്നിട്ട് നമ്മളിവിടെ ഇൻപുട്ട് ചെയ്തു എൻ്റർ യുവർ ഇമെയിൽ ഐ ഡി അഡ്രസ്, അങ്ങനെ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. അപ്പം ഞാനിതാ george@vjc.ac.in. അപ്പം അത് ഇമെയിൽ ഐ ഡിയാണ് ചെക്ക് ചെയ്ത് വാലിഡ് ഇമെയിൽ ഫോർമാറ്റ് എന്ന് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടി. ഇതാണ്. നിങ്ങൾ ഇതിൻ്റെ ശരിക്കും നോക്കിക്കൊള്ളുക. ഓക്കെ, താങ്ക് യു.